വെൽക്കം ടു എയ്സ് ആപ്പ്. ഇന്ന് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ HSA നാച്ചുറൽ സയൻസിൻ്റെ ഹ്യൂമൻ ഫിസിയോളജിയിൽ മൊഡ്യൂൾ 2 വരുന്ന ഹ്യൂമൻ ഫിസിയോളജിയിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം വിസർജന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം HSAക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രത്യേകിച്ച് നാച്ചുറൽ സയൻസിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണ് ഇത് ഹ്യൂമൻ ഫിസിയോളജി. ഓക്കെ, അപ്പോൾ അതിൽ ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്ന എക്സ്ക്രീറ്ററി സിസ്റ്റം വിസർജന വ്യവസ്ഥയാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് വിസർജന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ഓക്കെ, അതിൽ വൃക്കകളുടെ പങ്ക് എന്താണ്, അതേപോലെ വിവിധ തരത്തിലുള്ള വിസർജന അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള വിസർജന അവയവങ്ങൾ, ഇനി നമ്മുടെ ശരീരത്തിലുള്ളത് മാത്രമല്ല പല ജീവികളിലും ഉള്ള വിസർജന അവയവങ്ങളെക്കുറിച്ചും അത് ആ ജീവികളിൽ അത് ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നുള്ളതും, ഇനി അതേപോലെ തന്നെ ഈ വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെക്കുറിച്ച്, ഡയാലിസിസ്, ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് നമുക്ക് മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് HSA പോലുള്ള ഓക്കെ മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വിസർജന അവയവമാണ് ഇത് വൃക്കകൾ. ഓക്കെ, വിസർജന വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ വിസർജന വ്യവസ്ഥയിൽ നമുക്ക് പഠിക്കേണ്ടത് വിസർജനാവയവമായിട്ടുള്ള വൃക്കകളെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റു ജീവികളുടെ വിസർജനാവയവങ്ങളെക്കുറിച്ചും ഓക്കെ എങ്ങനെയാണ് അത് വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലാദ്യം ഇപ്പോൾ വൃക്കകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന വിസർജന അവയവമാണ് ഏത് വൃക്കകൾ. ഓക്കെ, അപ്പോൾ വൃക്കകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ട് കുടലിൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്ന ഒരു ജോഡി വിസർജന അവയവങ്ങളാണ് ഇത് വൃക്കകൾ. ഓക്കെ, അപ്പോൾ വൃക്കകളാണ് നമ്മുടെ വിസർജന അവയവം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൃക്കകളാണ് മാലിന്യങ്ങളെ, നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെ അരിച്ചെടുത്തിട്ട് പുറന്തള്ളുന്നത്. അതുകൊണ്ടാണ് വൃക്കകളെ മാലിന്യ സംസ്കരണശാല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ചോദ്യമാണിത് മാലിന്യ സംസ്കരണശാലയും രക്തശുദ്ധീകരണശാലയും. ഓക്കെ, അപ്പം മാലിന്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലുള്ള മാലിന്യങ്ങൾ, രക്തത്തിലുള്ള മാലിന്യങ്ങൾ അധികമായിട്ടുണ്ടെങ്കിൽ അമൃതവും വിഷമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓക്കെ, അധികമായാൽ അമൃതവും വിഷമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ ആ അധികമുള്ള ഘടകങ്ങളെ അരിച്ചെടുത്തിട്ട് മൂത്രത്തിലൂടെ പുറന്തള്ളുക എന്നുള്ളതാണ് വൃക്കകൾ ചെയ്യുന്ന പ്രവൃത്തി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വൃക്കകളെ വിസർജന അവയവം, മാലിന്യ സംസ്കരണശാല എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വൃക്കകളെ കുറിച്ചിട്ടുള്ള വിസർജന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് ഓക്കെ ഞാൻ ആദ്യം പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് വിസർജന വ്യവസ്ഥ എന്ന് നോക്കാം. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന നൈട്രജൻ അടങ്ങിയ പദാർത്ഥങ്ങൾ, അയോണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയെ പുറന്തള്ളുന്ന അവയവ വ്യവസ്ഥയാണ് ഏത് വിസർജന വ്യവസ്ഥ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം, മാലിന്യങ്ങളെ, രക്തത്തിൽ കലരുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ രക്തത്തിലുള്ള മാലിന്യങ്ങൾ, രക്തത്തിൽ ഞാൻ പറഞ്ഞ അധികമായാൽ അമൃതവും വിഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് അധികമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാലിന്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ രക്തത്തിലുണ്ടാവും. അപ്പോൾ ആ മാലിന്യങ്ങളെ അല്ലെങ്കിൽ ആ അധികമുള്ളവയെ അരിച്ചെടുത്തിട്ട് മൂത്രത്തിലൂടെ പുറന്തള്ളുക. ഓക്കെ, അപ്പോൾ ആ മാലിന്യങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. നൈട്രജൻ അടങ്ങിയ പദാർത്ഥങ്ങൾ, അയോണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ഓക്കെ എന്നിവയെ പുറന്തള്ളുന്ന അവയവ വ്യവസ്ഥയാണ് വിസർജന വ്യവസ്ഥ. ഓക്കെ, അതിൽ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ശ്വാസകോശമാണ്. നമുക്കെല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ നമ്മുടെ നിശ്വാസ വായുവിലാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഉച്ഛ്വസിക്കുന്നത് ഓക്സിജനും നിശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ. അപ്പോൾ ഉച്ഛ്വാസവായുവിൽ ഓക്സിജന്, നിശ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വിസർജ്യ വസ്തുവാണ്, പക്ഷേ അതിന് പുറന്തള്ളുന്നത് ശ്വാസകോശമാണ്. ഓക്കെ, പിന്നെ അതേപോലെ യൂറിയ, നമുക്കെല്ലാവർക്കും അറിയാം യൂറിയ അതൊരു രാസവസ്തുവാണെന്ന് അറിയാം. അത് കരളിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ കരളിനെ രാസനിർമ്മാണശാല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കരൾ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിസർജന അവയവമാണ്. അപ്പോൾ കരൾ ദഹന വ്യവസ്ഥയിൽ നമുക്ക് വരുന്നതാണ്. ദഹനേന്ദ്രിയത്തിൽ ഒക്കെ
പ്രവർത്തിക്കുന്ന ദഹനേന്ദ്രിയത്തിൽ ദഹന വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ഏത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? കരൾ. നമുക്കെല്ലാവർക്കും അറിയുന്നതാണത്. എന്നാൽ കരൾ അതേപോലെ തന്നെ ഒരു വിസർജന അവയവം കൂടിയാണ്. കാരണം അത് യൂറിയ നിർമ്മിച്ചിട്ട് ആ യൂറിയ രക്തത്തിൽ കലർന്നിട്ട് വൃക്കകൾ അത് അരിച്ചെടുത്തിട്ട് മൂത്രത്തോടെ പുറന്തള്ളുന്നുണ്ട്. ആ കാര്യം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം യൂറിയ നിർമ്മിക്കുന്നത് കൊണ്ട് കരൾ ഒരു വിസർജന അവയവമാണ്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നത് കൊണ്ട് ശ്വാസകോശം ഒരു വിസർജന അവയവമാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വിയർപ്പ്, ജലം, ലവണങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. അതൊക്കെ ത്വക്കിലൂടെയാണ് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ത്വക്ക് ഒരു വിസർജനാവയവമാണ്. അപ്പോൾ വൃക്കകൾ മാത്രമല്ല വിസർജനാവയവമായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള വിസർജന അവയവങ്ങൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇതെല്ലാം വൃക്കകളാണ് അരിച്ചെടുത്തിട്ട് പുറന്തള്ളുന്നത് എന്നല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വൃക്കകൾ യൂറിയ അരിച്ചെടുത്തിട്ട് പുറന്തള്ളും. യൂറിയ മൂത്രത്തിലൂടെ പുറന്തള്ളും, യൂറിയ. ക്ലിയർ ആയല്ലോ? എന്നാൽ വിയർപ്പ്, ലവണങ്ങൾ, ജലം അതൊക്കെ ത്വക്കാണ്. ഇനി യൂറിയ നിർമ്മിക്കുന്നത് കരളിൽ വെച്ചിട്ടാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ആരാ? ശ്വാസകോശമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിസർജന അവയവങ്ങളിൽ പറയാം. അപ്പോൾ ഈ അവയവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന അവയവങ്ങളാണ്. ആയതിനാൽ ഈ അവയവങ്ങളൊക്കെ നമുക്ക് വിസർജനാവയവങ്ങൾ എന്ന് പറയാം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൃക്കയാണ് പറയേണ്ടത്. അതിൽ നമുക്ക് വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. എന്നാലും നമുക്ക് മറ്റുള്ള വിസർജനാവയവങ്ങളെ കുറിച്ചിട്ടും ഉള്ള കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെയാണ്, നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പം എന്താണ് വിസർജന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന നൈട്രജൻ അടങ്ങിയ പദാർത്ഥങ്ങൾ, അയോണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയെ പുറന്തള്ളുന്ന അവയവ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം. ക്ലിയർ ആയല്ലോ? ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന നൈട്രജൻ അടങ്ങിയ പദാർത്ഥങ്ങൾ, അയോണുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയെ പുറന്തള്ളുന്ന അവയവ വ്യവസ്ഥയാണ് ഇത്? വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള വിസർജ്യ വസ്തുക്കൾ. ക്ലിയർ ആയില്ല? അപ്പം ഞാൻ പറഞ്ഞു, വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന അവയവത്തെയാണ് നമ്മൾ വിസർജനാവയവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിസർജ്യ വസ്തു ഏതാണ് എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ള വിസർജ്യ വസ്തുക്കൾ? നൈട്രോജനിക വസ്തുക്കൾ, അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട നൈട്രോജനിക മാലിന്യങ്ങൾ. ഏതൊക്കെയാണ്? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട നൈട്രോജനിക മാലിന്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ മൂത്രത്തിൽ കൂടെ നമ്മൾ വിസർജിക്കുന്നതാണെങ്കിൽ കൂടി ഇതിൽ കൂടുതൽ അളവിൽ നമ്മൾ മൂത്രത്തിലൂടെ വിസർജിക്കുന്നത് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള തരംതിരിവ് വരുന്നുണ്ട്. അപ്പോൾ അമോണിയ കൂടുതലായിട്ട് മൂത്രത്തിൽ വിസർജിക്കുന്നവരെയാണ് നമ്മൾ അമോണോടെലിസം എന്നാണ് നമുക്ക് ആ പ്രക്രിയയെ പറയാറ്. ഇനി അതേപോലെ യൂറിയ കൂടുതലായിട്ട് പുറന്തള്ളുന്നവരുണ്ട് മൂത്രത്തിലൂടെ. അതിനെ നമ്മൾ യൂറിയോടെലിസം എന്നാണ് പറയാം. ഇനി അതേപോലെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നവരുണ്ട്. അതിന് നമ്മൾ യൂറിക്കോടെലിസം എന്നാണ് പറയാം. അപ്പോൾ ഇതിന് ഓരോന്നും ഓരോ മാലിന്യം ഏത് അളവിൽ, കൂടുതൽ അളവിൽ ഏത് മാലിന്യമാണോ നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത്, നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല മറ്റുള്ള ജീവികളുടെയൊക്കെ ശരീരത്തിൽ കൂടെ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് ഏത് മാലിന്യമാണോ കൂടുതൽ, അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു വിഭജനം വരുന്നത്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകണം. നമുക്ക് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊക്കെയാണ് മാലിന്യങ്ങൾ? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട നൈട്രോജനിക മാലിന്യങ്ങൾ. അത് നമുക്ക് പ്രീവിയസ് ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട നൈട്രോജനിക മാലിന്യങ്ങൾ ഏതൊക്കെയാണ്? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിവയാണ്. ഇതിനെയൊക്കെ അരിച്ചെടുത്തിട്ട് പുറന്തള്ളുന്ന ആ അവയവ വ്യവസ്ഥയെ പറയുന്ന പേരാണെന്ത്? വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം. ക്ലിയർ ആയല്ലോ? ഇനി ഓരോ ജീവികളിലും ഇപ്പം മനുഷ്യൻ്റേത് ഞാൻ പറഞ്ഞു വൃക്കയാണെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ മാത്രമല്ല കേട്ടോ. കശേരുകികൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ മതി. എന്താണ് കശേരുകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നട്ടലുള്ള ജന്തുക്കളെയാണ് നമ്മൾ കശേരുകികൾ എന്ന് പറയുന്നത്. അപ്പം നട്ടലില്ലാത്തവരോ അകശേരുകികൾ.
ഓക്കെ, കശേരുകികളെ നമ്മൾ കോഡൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അകശേരുകികളാണ് നോൺ കോഡൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നട്ടലുള്ള ജന്തുക്കൾക്കൊക്കെ വൃക്കകളാണ് വിസർജന അവയവമായിട്ട് വരുന്നത്. ഓക്കെ, ഉരഗങ്ങൾ, പക്ഷികൾ, ഉഭയജീവികൾ, മത്സ്യങ്ങൾ, അതേപോലെ പക്ഷികൾ, ഇവർക്കൊക്കെ വിസർജനാവയവമായിട്ട് വൃക്കയാണ് വരുന്നത്. ഇനി മറ്റു ജീവികളിൽ ഏതാണ് വിസർജനാവയവം എന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ വന്നതാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട വിസർജനാവയവമായിട്ടുള്ള വൃക്കയെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് ചോദ്യങ്ങൾ കണ്ടുവരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓരോ ജീവികളിലും അവയുടെ ശരീരത്തിലുള്ള ദ്രവത്തിൽ കാണുന്ന മാലിന്യത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള വിസർജനാവയവം ഏതാണ് എന്നുള്ളത് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രോട്ടോനെഫ്രിഡിയ, മാൽപീജിയൻ നളികകൾ, ഹരിത ഗ്രന്ഥികൾ, വൃക്കകൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ വൃക്കകൾ ഇവിടെ ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, ഹരിതഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഗ്ലാൻസ് കേട്ടോ. ഗ്രീൻ ഗ്ലാൻസിനെ നമ്മൾ ഹരിതഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഗ്രീൻ ഗ്ലാൻസ്. ഓക്കെ, ഇനി അതേപോലെ മാൽപീജിയൻ നളിക, മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയും. ഓക്കെ, പിന്നെ പ്രോട്ടോനെഫ്രിഡിയ. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജന അവയവങ്ങളാണ്. ഓരോ ജീവികളിലുമുള്ള വിസർജന അവയവങ്ങളാണ്. ഏതൊക്കെ ജീവികളിലാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് വേണം. ഓക്കെ, ഇനി ഇവ നൈട്രോജനിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നതോടൊപ്പം ശരീരത്തിൻ്റെ അയോണിക ആസിഡ് ബേസ് സന്തുലനാവസ്ഥ പരിപാലിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ അവയവങ്ങൾ, ഈ വിസർജന അവയവങ്ങൾ നൈട്രോജനിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നതോടൊപ്പം ശരീരത്തിൻ്റെ അയോണിക ആസിഡ് ബേസ് സന്തുലനാവസ്ഥ പരിപാലിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് നൈട്രോജനിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്, പ്രത്യേകിച്ച് വൃക്കകൾ എങ്ങനെയാണ് നൈട്രോജനിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്, ഇനി അതേപോലെ ശരീരത്തിൻ്റെ അയോണിക ആസിഡ് ബേസ് സന്തുലനാവസ്ഥയെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഇതാണ് ശരിക്കും നമ്മളെ ചാപ്റ്ററിൻ്റെ ഒരു ഉള്ളടക്കമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു മേഖലയാണിത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം. ഇനി വൃക്കകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിലാദ്യം എവിടെയാണ് വൃക്കകൾ കാണപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ വിസർജന വ്യവസ്ഥയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഒരു ജോഡി വൃക്കകൾ, ഒരു ജോഡി മൂത്രവാഹികൾ, മൂത്രസഞ്ചി, മൂത്രനാളം എന്നിവ ഉൾപ്പെടുന്നതാണ് മനുഷ്യനിലെ വിസർജന വ്യവസ്ഥ. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു ജോഡി വൃക്കകൾ, ഒരു ജോഡി മൂത്രവാഹികൾ, മൂത്രസഞ്ചി, മൂത്രനാളം എന്നിവ ഉൾപ്പെടുന്നതാണ് മനുഷ്യനിലെ വിസർജന വ്യവസ്ഥ. ഓക്കെ, എന്തൊക്കെയാണ് മനുഷ്യനിലെ വിസർജന വ്യവസ്ഥയിൽ വരുന്ന ഭാഗങ്ങൾ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ജോഡി വൃക്കകൾ വരും ഇരുവശങ്ങളിലുമായിട്ട്. ഞാൻ പറഞ്ഞു നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട്, ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കുടലിൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്ന അമരവിത്തിൻ്റെ ആകൃതിയിലുള്ള ചുവപ്പ് നിറമുള്ള വിസർജന അവയവങ്ങളാണ് ഏത്? വൃക്കകൾ. ഓക്കെ, അപ്പം ഒരു ജോഡി വൃക്കകൾ, പിന്നെ അതേപോലെ ഒരു ജോഡി മൂത്രവാഹികൾ, മൂത്രസഞ്ചി, മൂത്രനാളം എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത്? മനുഷ്യനിലെ വിസർജന വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണത് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ഒരു ജോഡി വൃക്കകൾ വരും, ഒരു ജോഡി മൂത്രവാഹികൾ വരും. ഓക്കെ, പിന്നെ മൂത്രസഞ്ചി, മൂത്രനാളം ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? മനുഷ്യനിലെ വിസർജന വ്യവസ്ഥ. ശ്രദ്ധിച്ചല്ലോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് മനുഷ്യനിലെ വിസർജന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി അതേപോലെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഏതൊക്കെയാ? വൃക്കകൾ, ശ്വാസകോശം, കരള്, ത്വക്ക്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ? ഇതൊക്കെയാണ് വിസർജന അവയവങ്ങൾ. ഇതൊക്കെ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന, മാലിന്യങ്ങളെ പുറന്തള്ളുന്ന അവയവങ്ങളാണ്. അങ്ങനെയുള്ള അവയവങ്ങളെയാണ് നമ്മൾ വിസർജനാവയവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വൃക്കകൾ വിസർജനാവയവമാണ്, ശ്വാസകോശം വിസർജനാവയവമാണ്, കരള് വിസർജനാവയവമാണ്, ത്വക്കും വിസർജന അവയവമാണ്. അതിൽ പ്രധാനപ്പെട്ട വിസർജനാവയവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ പറയേണ്ടത്? വൃക്കകളാണ് പറയേണ്ടത്.
ക്ലിയർ അല്ലേ? നമ്മുടെ വിസർജനാവയവം ഏതാണ്? വൃക്കയാണ് പ്രധാനപ്പെട്ട വിസർജനാവയവം. മറ്റൊക്കെ വിസർജന അവയവങ്ങൾ എന്ന് ഓർത്ത് വെക്കുക. പ്രധാനപ്പെട്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൃക്കകളാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ്? വൃക്കകൾ, ശ്വാസകോശം, കരള്, ത്വക്ക്, ഇവയൊക്കെയാണേ. ഓക്കെ, ഇനി വിസർജ്യ വസ്തുക്കൾ ഞാൻ പറഞ്ഞു. യൂറിയ, അമോണിയ, യൂറിക് ആസിഡ്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കൾ. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കൾ? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഒരു വിസർജ്യ വസ്തു ബേസ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് മൂത്രത്തിലൂടെ എന്താണ്, ഏത് മാലിന്യമാണ് കൂടുതലായിട്ട് പുറന്തള്ളുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നത്. അമോണിയ ഒരു വിസർജ്യ വസ്തുവാണെന്ന് പറഞ്ഞു. അമോണിയ പുറന്തള്ളുന്നത്, കൂടുതലായിട്ട് അമോണിയ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നവർ അമോണോടെലിക്, അമോണോടെലിസം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് മൂത്രത്തിലൂടെ അമോണിയ പുറന്തള്ളുന്നവർ അമോണോടെലിക് എന്നാണ് പറയേണ്ടത്. അമോണോടെലിക്. ഓക്കെ, അപ്പോൾ അത് അമോണോടെലിസം എന്നാണ് ആ പ്രക്രിയയ്ക്ക് പറയാം. ഓക്കെ, അപ്പം അമോണിയ ഒരു വിസർജ്യ വസ്തുവാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പം അത് കൂടുതലായിട്ട് പുറന്തള്ളുന്നവർ അമോണോടെലിക് എന്നാണ് നമ്മൾ പറയേണ്ടത്. അമോണോടെലിക്, അമോണോടെലിക്. ഇനി ആ പ്രക്രിയ പറയുന്ന പേരാണ് എന്ത്? അമോണോടെലിസം. അതിന് ഉദാഹരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങളാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. മത്സ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചോദ്യം വരുന്ന രീതി മനസ്സിലാക്കണം. അമോണോടെലിസം കാണിക്കുന്നത് മത്സ്യങ്ങൾ, അമോണോടെലിക് ആനിമൽ, മത്സ്യങ്ങൾ. ഓക്കെ, ഇനി മത്സ്യങ്ങൾ വിസർജിക്കുന്ന പ്രധാനപ്പെട്ട മാലിന്യം അമോണിയാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, മത്സ്യങ്ങൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട മാലിന്യം ഏതാണ്? അമോണിയയാണ്. അതുകൊണ്ടാണ് അവർ അമോണോടെലിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്, അമോണോടെലിസം എന്ന പ്രക്രിയ അവർ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നതിന് അടിസ്ഥാനം. ഓക്കെ, മത്സ്യങ്ങൾ, അമോണോടെലിസം, അമോണോടെലിക്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് യൂറിയ. ഓക്കെ, യൂറിയ പ്രധാന മാലിന്യമായിട്ട് പുറന്തള്ളുന്നവരാരാ? മൂത്രത്തിലൂടെ യൂറിയ പ്രധാനപ്പെട്ട മാലിന്യമായിട്ട് പുറന്തള്ളുന്നവർ സസ്തനികൾ. ഓക്കെ, അതേപോലെ തവളയും യൂറിയാണ് പുറന്തള്ളുന്നത്. ഓക്കെ, അപ്പോൾ സസ്തനികൾ, തവള എന്ന് പറയുമ്പോൾ ഉഭയജീവി എന്ന് പറയാമല്ലോ നമുക്ക് അല്ലേ? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെയാണ് നമ്മളെന്ന് പറയുന്നത് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സസ്തനികളും തവളയും. അപ്പോൾ തവള നമുക്ക് പ്രീവിയസ് ചോദ്യം വന്നതാണ്. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? തവള വിസർജിക്കുന്ന പ്രധാനപ്പെട്ട മാലിന്യം അല്ലെങ്കിൽ വിസർജ്യ വസ്തുവിലുള്ള പ്രധാനപ്പെട്ട മാലിന്യം, നൈട്രോജനിക സംയുക്തം ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ ഏതാ ഓപ്ഷൻ കൊടുക്കേണ്ടത്? യൂറിയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ യൂറിയ യൂറിയോടെലിസം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അമോണിയ അമോണോടെലിസം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ യൂറിയ യൂറിയോടെലിസം, അപ്പോൾ യൂറിക് ആസിഡ് ആണെങ്കിലോ യൂറിക്കോടെലിസം. അപ്പോൾ നമുക്കത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അമോണിയ മൂത്രത്തിലൂടെ കൂടുതലായിട്ട് അമോണോടെലിക്, അമോണോടെലിസം. യൂറിയ കൂടുതലായിട്ട് മൂത്രത്തിലൂടെ യൂറിയോടെലിക്, യൂറിയോടെലിസം. ഇനി യൂറിക് ആസിഡ് കൂടുതലായിട്ട് മൂത്രത്തിലൂടെ യൂറിക്കോടെലിക്, യൂറിക്കോടെലിസം. പ്രധാനമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണമാണ്. അപ്പോൾ അമോണോടെലിസത്തിൽ മത്സ്യങ്ങൾ പറഞ്ഞു അല്ല. ഇനി യൂറിയോടെലിസത്തിൽ സസ്തനികൾ, തവള, ഉഭയജീവിയായിട്ടുള്ള തവള യൂറിയോടെലിക്കാണ്. ഓക്കെ, ഇനി അതുപോലെ മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനികൾ, നമ്മുടെയൊക്കെ മൂത്രത്തിലൂടെ നാം വിസർജിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് യൂറിയയാണ്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ യൂറിയാണ് വിസർജിക്കുന്നത്. അപ്പോൾ യൂറിയോടെലിക്കിലാണ് നമ്മളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനികൾ, ഉഭയജീവിയായ തവള, ഇതൊക്കെ നമ്മൾ യൂറിയോടെലിക്കിലാണ് പറയേണ്ടത്. ഓക്കെ, യൂറിയോടെലിസം, യൂറിയോടെലിക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി യൂറിക്കോടെലിസത്തിൽ ആരായിരിക്കും വരിക? അപ്പോൾ നമ്മളിപ്പോൾ ആരൊക്കെ ഉൾപ്പെടുത്തി? മത്സ്യങ്ങളെയും ഉൾപ്പെടുത്തി, ഉഭയജീവിയെയും ഉൾപ്പെടുത്തി, സസ്തനിയെയും ഉൾപ്പെടുത്തി അല്ലേ? ഇനി നമുക്ക് വരേണ്ട പ്രധാനപ്പെട്ട ജീവി വിഭാഗങ്ങളാണ് ഏതൊക്കെ? ഉരഗങ്ങൾ, പക്ഷികൾ, ഷഡ്പദങ്ങൾ. ഓക്കെ, അപ്പോൾ ഉരഗങ്ങളിലും പക്ഷികളിലും ഷഡ്പദങ്ങളിലും എങ്ങനെയാണ് വരിക? യൂറിക്കോടെലിസം, യൂറിക്കോടെലിക്. അപ്പോൾ അവരെന്താ മൂത്രത്തിലൂടെ കൂടുതലായിട്ട് പുറന്തള്ളുന്നത്? യൂറിക് ആസിഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നവർ യൂറിക്കോടെലിക്. ഓക്കെ, ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? യൂറിക്കോടെലിസം.
ക്ലിയർ അല്ലേ? ഇനി യൂറിക്കോടെലിക് ആനിമൽ അല്ലെങ്കിൽ യൂറിക്കോടെലിസം കാണിക്കുന്ന, ഓക്കെ, അല്ലെങ്കിൽ യൂറിക്കോടെലിക് ആനിമൽ അല്ലെങ്കിൽ യൂറിക്കോടെലിസം കാണിക്കുന്നവരാരാണ്? അവരൊക്കെ ഉരകങ്ങൾ, പക്ഷികൾ, ഷഡ്പദങ്ങൾ. ഓക്കെ, അപ്പോൾ ഷഡ്പദങ്ങൾ യൂറിക്കോടെലിക്കാണ്, യൂറിക് ആസിഡാണ് പുറന്തള്ളുന്നത്. അതേപോലെ പക്ഷികളും ഉരകങ്ങളൊക്കെ, ഓക്കെ, ഇഴജന്തുക്കളെല്ലാം, ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കളെയാണ് നമ്മൾ ഉരകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷികൾ, ഉരകങ്ങൾ, പിന്നെ അതേപോലെ ഷഡ്പദങ്ങൾ, ഇവരുടെയൊക്കെ മൂത്രത്തിൽ കൂടുതലായിട്ട് ഇവർ വിസർജിക്കുന്നത് എന്താണ്? യൂറിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂറിക്കോടെലിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അമോണിയ അമോണോടെലിസം, അമോണോടെലിക്. യൂറിയോടെലിസം, യൂറിയോടെലിക്. യൂറിക് ആസിഡ് യൂറിക്കോടെലിസം, ഓക്കെ, യൂറിക്കോടെലിക്. അതിൽ അമോണിയയിൽ എക്സാമ്പിൾ മത്സ്യങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇനി യൂറിയയിൽ എക്സാമ്പിൾ തവള, ദാറ്റ് മീൻ ഉഭയജീവികളും സസ്തനികളും കൊടുക്കണം. യൂറിയോടെലിക്കിൽ അല്ലെങ്കിൽ യൂറിയോടെലിസത്തിൽ ഉഭയജീവികളും സസ്തനികളും പറഞ്ഞോ അല്ല. ഇനി യൂറിക്കോടെലിസത്തിൽ യൂറിക് ആസിഡ് അല്ലേ, യൂറിക്കോടെലിസത്തിലാണ് ഉരകങ്ങൾ, പക്ഷികൾ, ഷഡ്പദങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പം വിസർജ്യ വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവികളെ തരംതിരിക്കുക കൂടെ ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം തരംതിരിവ് എങ്ങനെയാണ്? നട്ടലുള്ളത്, നട്ടലില്ലാത്തത് എന്നാണ് അല്ലേ? നട്ടലുള്ളവർ കശേരുകികൾ, നട്ടലില്ലാത്തവരോ അകശേരുകികൾ. നട്ടലുള്ളവർ കശേരുകി, കോഡേറ്റ, അകശേരുകി നോൺ കോഡേറ്റ. അത് നട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇപ്പോൾ കോഡേറ്റയിൽ, ഇപ്പോൾ കശേരുകിയിൽ നമ്മൾ ഉരകങ്ങൾ, പക്ഷികൾ, ഉഭയജീവികൾ, മത്സ്യങ്ങൾ, സസ്തനികൾ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ടുള്ള ആ തരംതിരിവ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന മാലിന്യം നോക്കിയിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീവികളെ തരംതിരിക്കുന്നുണ്ട്, ദാറ്റ് മീൻ ജന്തുക്കളെ തരംതിരിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അമോണിയ വിസർജിക്കുന്നവർ, യൂറിയ വിസർജിക്കുന്നവർ, യൂറിക് ആസിഡ് വിസർജിക്കുന്നവർ. ഓക്കെ, ആ ഒരു തരംതിരിവും കൂടി നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേംസും കാര്യങ്ങളും ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവാതെ.